അസ്സലാമു അലൈക്കും. കുട്ടികളെ, ഇതാരാണ് നമ്മുടെ മുന്നിൽ വന്നത്? അതെ, യാസിറുമുണ്ട്, അഹ്മദുമുണ്ട്. യാസിറും അഹ്മദും എങ്ങോട്ടാണ് പോകുന്നത്? മദ്രസയിലേക്ക്. നമ്മൾ സ്കൂളിനും അറബിയിൽ എന്താണ് പറയാ? മദ്രസ. യാസിർ, അഹ്മദ്, നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? ഹാഫിലത്തുൻ. എന്തിലാ പോകുന്നത്? ഓക്കെ കുട്ടികളെ, യാസിറും അഹ്മദും ഈ വാഹനത്തിലാണ് സ്കൂളിൽ പോകുന്നത്. ഈ വാഹനത്തിന്റെ പേരെന്താ? എന്താണ് ഹാഫിലത്ത് എന്ന് പറഞ്ഞാല്? എന്നാൽ യാസിറും അഹ്മദും ഹാഫിലത്തിൽ കയറട്ടെ. ഓക്കെ, അഹ്മദും യാസിറും ഹാഫിലത്തിൽ കയറി. എന്നാൽ നമുക്ക് മദ്രസയിലേക്ക് പോയാലോ? എന്നാ പോരൂ, ഹാഫിലത്ത് പോട്ടെ. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഹാഫിലത്ത് എവിടെ എത്തി? മദ്രസയിലെത്തി, സ്കൂളിന്റെ മുന്നിലെത്തി, അല്ലേ? യെസ്. അങ്ങനെ അവർ മദ്രസയിലെത്തി. യാസിറിന് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. യാസിറെ, എന്താണ് നിന്റെ സംശയം? ചോദിച്ചോളൂ. മൻ ഹാദാ? എന്താണ് യാസിറിന്റെ സംശയം? അതെ, സ്കൂളിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആളാരാണെന്നാണ് നമ്മുടെ യാസിറിന്റെ സംശയം. അഹ്മദിന് എന്താ അതിന് മറുപടി പറയാനുള്ളത്? ഹാദാ ഹാദാ മുദർരിസുൻ. ഇതാരാണ്? മുദർരിസാണ്. മുദർരിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടീച്ചർ. മുദർരിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പഠിച്ചോനെ, നമ്മളെ യാസിറിന്റെ സംശയം തീർന്നിട്ടില്ല. യാസിർ ഇനിയും സംശയമുണ്ട്. നമ്മുടെ മദ്രസയുടെ മുന്നിൽ ഒരു വാഹനമുണ്ട്. എന്താണ് ആ വാഹനത്തിന്റെ പേര്? സയ്യാറത്തുൻ. ഈ വാഹനത്തിന്റെ പേരെന്താണ്? യാസിറിന് എന്തോ സംശയമുണ്ടല്ലോ. ലിമൻ ഹാദിഹി സയ്യാറ? അതെ, ഇതാരുടെ കാറാണ്? അഹ്മദ് പറഞ്ഞു കൊടുക്കൂ. ഹാദിഹി സയ്യാറത്തു മുദർരിസിൻ. ഇതാരുടെ കാറാണ്? അങ്ങനെ യാസിറും അഹ്മദും സംശയങ്ങളും ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചല്പം കൂടി നടന്നു. അങ്ങനെ അവർ വീണ്ടും ഒരാളെ കണ്ടു. യാസിറിന് അവിടെയും ഒരു സംശയം ഉണ്ടായി. എന്താണ് യാസിറെ നിന്റെ സംശയം? മൻ ഹാദിഹി? എന്താ ചോദിക്കേണ്ടത്? എന്താ മക്കൾ അതിന്റെ അർത്ഥം? ആരാണിത്? അപ്പൊ അഹ്മദെ ഉത്തരം പറഞ്ഞു കൊടുക്ക്. ഹാദിഹി മുദർരിസത്തുൻ. ആരാണിത്? മുദർരിസത്താണ്. മുദർരിസത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് കുട്ടികളെ? ടീച്ചർ. സ്കൂളില് ഒരുപാട് കാഴ്ചകൾ കണ്ട് സന്തോഷിച്ച് ഇനിയും തിരിച്ചു വരാം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് യാസിറും അഹ്മദും വീണ്ടും എവിടെ കയറി? ഹാഫിലത്തിൽ കയറി, അല്ലേ? സ്കൂൾ ബസ്സിൽ കയറി. ഇനി അവരെങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും ബൈത്തിലേക്ക് പോയി.